അഡ്മിനും ഒരാളെ ഡിഗ്രേഡ് ചെയ്യരുതെന്നും അതായത് ഒരു അഡ്മിനും പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ മാക്സിമം ഒരു അഡ്മിനും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു അഡ്മിൻ ഉണ്ട്, അപ്പൊ നമ്മളൊരു PR കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ PR ആണ് കിടന്ന് കളിക്കുന്നത്. അപ്പൊ നമുക്കും അതേ പരിപാടി നടക്കുന്നുണ്ട്. ഇതാരെന്ന് മനസ്സിലായോ? നമ്മുടെ ബിഗ് ബോസ് താരം അനുമോളുടെ കുടുംബങ്ങളാണ്. അനുമോളുടെ കുടുംബം അതിനകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് പ്രിയങ്കരനായ അനീഷിനെതിരെ ഘോരം പ്രസംഗിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘോരം കിടന്ന് പ്രസംഗിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് അനീഷ് ഒരു മ്ലേച്ഛനാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് ആ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. കൂടുതലായിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കടി എന്തെങ്കിലും ചെയ്യട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനുമോളുടെ കുടുംബം ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി വീക്കാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും കുടുംബങ്ങൾ അതിനകത്തേക്ക് പോകുന്നു, കുടുംബങ്ങൾ അതിനകത്ത് നിൽക്കുന്നു, പുറത്തിറങ്ങി വരുമ്പോഴത്തേനും കുറേ ആൾക്കാർ മൈക്കുമായിട്ട് പോകുന്നു. ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. രണ്ട് തരത്തിൽ ഇവർക്ക് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന് വളരെ പോസിറ്റീവായിട്ട് അവൻ നല്ലതാണ്, ഇവൻ നല്ലതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പോസിറ്റീവാവും, അവരും പോസിറ്റീവാവും. ഇറങ്ങി വന്നിട്ട് എൻ്റെ മകനോ മകളോ സഹോദരിയോ സഹോദരനോ മാത്രം ഇട്ടുപള്ളി ബാക്കി എല്ലാം കൂറ കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകത്തേ ഉള്ളൂ. ആ ഒരു സാധനമാണ് അനുമോളുടെ കുടുംബം ചെയ്തതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. അപ്പോൾ ഈ കുടുംബം അകത്ത് വിട്ട് പുറത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇത് DNA ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ടത്, എല്ലാവരും ഒരേപോലെയാണ്. അനുമോളെ പോലെ തന്നെയാണ് ഇവരെല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. കോമ്പോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അതിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിന്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്തത് അനീഷിലാണ്. എവിഡൻസ് ആണ് എന്തുവാ? അനുമോളിനെ അങ്ങോട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അനുമോളുടെ കിടന്ന കരച്ചിൽ സ്ട്രാറ്റജിയും അനുമോള് മറ്റേ കുപ്പി വെള്ളം ഞെക്കി നോക്കി, അത് നിങ്ങൾ കണ്ടില്ലായിരുന്നില്ലയോ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് ടാസ്ക് കൊടുത്തു. അതിനകത്ത് അനുമോളായിരുന്നു ക്വാളിറ്റി കൺട്രോൾ ചെക്കർ. അപ്പോൾ ജ്യൂസ് കൊടുക്കുമ്പോഴത്തേനും ഞെക്കി നോക്കി. അതായത് എനിക്ക് ഇതിനകത്ത് കോയിൻ കിട്ടും, ഇവർക്കെല്ലാം കോയിൻ കിട്ടും. അനുമോളുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോയിൻ കിട്ടത്തില്ല, സോ ഒരു നേരം ഇവിടെ കോയിൻ കിട്ടണ്ട. ഈ ഒരു സെറ്റപ്പ് കളിയാണ് അനുമോൾ കളിച്ചത്. അതിനകത്ത് പോസിറ്റീവ് കളിച്ചാൽ പോസിറ്റീവ് പുറത്തു വരൂ, നെഗറ്റീവ് കളിച്ചാൽ നെഗറ്റീവ് പുറത്തു വരൂ. അല്ലെങ്കിൽ ബിഗ് ബോസ് നിന്ന ആളെ നെഗറ്റീവായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്ത് കാണുമ്പോൾ പോസിറ്റീവാണ് നെഗറ്റീവാണ് അവർ കാണിക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും ഈ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. സാബുമാനെ കുറിച്ച് എങ്ങനെ നെഗറ്റീവ് പറയും നിങ്ങളൊന്ന് പറഞ്ഞു എനിക്ക്. അപ്പൊ അങ്ങനെ കളിക്കാനും പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അനുമോളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തു. ബാക്കി ഒരു പേരുണ്ടല്ലോ, അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിൻ ആയിട്ടുള്ള പേരിൽ അതിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടക്കുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അനീഷിന്റെ PR കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് അനുവിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ പോകുന്നു, അല്ലെങ്കിൽ അനുവിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നു. ഇതിനകത്ത് ഈ ബിഗ് ബോസ് നടക്കുമ്പോഴത്തേനും രണ്ട് തരത്തിലുള്ള കളികൾ നടക്കും. ഒന്ന് വീടിനകത്തുള്ളൊരു കളി, അതാണ് നമ്മൾ ഈ കാണുന്ന കളി. രണ്ട് വീടിന് പുറത്തുള്ളൊരു കളി, അതാണ് ഈ PR കളി. ഈ രണ്ട് കളികളും ഈ കയറി കണ്ടസ്റ്റൻസ് എല്ലാം ചെയ്തിട്ടുണ്ടാവും. ഒരു 90% ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ഒരു PR ചെയ്യുന്നില്ല, ജനങ്ങളുടെ സപ്പോർട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നെഞ്ചും വിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആന കുത്തി തെറിപ്പിച്ചിട്ട് പോത്തേ ഉള്ളൂ. സോ PR ഇപ്പൊ ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. അനുമോളും PR കൊടുത്തിട്ടുണ്ട്. അനുമോള് തന്നെ ഇത് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടനാണ് നമ്മൾ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം PR നമ്മളും കൊടുത്തിട്ടുണ്ട്. അനുമോളുടെ PR യാതൊരു കുറവില്ല. അനുമോളുടെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് ഞാനും മെമ്പറായിരുന്നു, ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സോ നമ്മൾ അതിനകത്ത് കളിക്കുന്നത്. ഇപ്പം അനുമോൾ ഏറെക്കുറെ ഒരു നെഗറ്റീവ് പ്ലാച്ചി കൂച്ചി എന്നും പറഞ്ഞുകൊണ്ടൊരു കളിയൊക്കെയാണ് കളിച്ചത്. സോ നെഗറ്റീവായിട്ട് തന്നെ വരാൻ സാധ്യതയുള്ളൂ. അപ്പം അത് നമ്മൾ അനീഷിനെ മണ്ട കയറിയിട്ട് കാര്യമില്ല. ഇപ്പം അനീഷിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളും ഇല്ല അനീഷിന് PR കൊടുത്തിട്ടുള്ള ആളുകളും, അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരാളുകളും അനുമോൾക്ക് PR കൊടുത്തിട്ടുള്ള ആളുകളും രണ്ടുപേരും ചിന്തിക്കുന്ന എന്താണ്? അനീഷിന്റെ ടീം ചിന്തിക്കുന്ന അനീഷ് ജയിക്കണം, അനുമോളുടെ ടീം ചിന്തിക്കുന്ന അനുമോൾ ജയിക്കണം. അതിന് ഇവരും നാറിയ കളികൾ കളിക്കും, അതിനകത്തുള്ളവരും നാറിയ കളികൾ കളിക്കും. അതിന് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോഴത്തേനും ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാളത്തെ ഒരു വീക്ഷണകോണവും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കയറിയിട്ട് പോസിറ്റീവായിട്ട് വന്നവർ വിരളിൽ എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. 7 സീസണായി പോസിറ്റീവായിട്ട് ഇപ്പോഴും അതേ പോസിറ്റീവ് വൈബിൽ നിൽക്കുന്ന എത്ര പേരുണ്ട്, നെഗറ്റീവ് വൈബിൽ നിൽക്കുന്ന എത്ര പേരുണ്ട്. വെറും 2 ആഴ്ച കൊണ്ട്
മസ്താനി ഉണ്ടാക്കിയ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, ആ പെൺകൊച്ചിന് എന്തിൻ്റെ കേടായിരുന്നു. സോ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വേണമായിരുന്നു നമ്മൾ അതിനകത്തേക്ക് കയറി ചെല്ലാനായിട്ട്. ഇനി ഇവർ പറയുന്നൊരു കാര്യം, ഇവർ വന്നിട്ട് അനീഷിനെ കുറ്റം പറയുമ്പോഴത്തേനും അനീഷിനെ എതിർക്കുന്ന ആളുകൾക്കും നേരെ നമ്മൾ നെഞ്ചും പിരിച്ച് നിന്നൊരു സാധനമല്ല വരുന്നത്. നിങ്ങൾ കൂടുതൽ ഹെയ്റ്റാണ് ഈ അനുമോൾക്ക് പകർന്നു കൊടുത്തായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. അതായത് ഇതൊരു ഫാമിലി വീക്കാണ്, അത് ഹാപ്പി ആയിട്ട് എനിക്ക് ജയിക്കുക എന്നുള്ളതല്ല. അത് ഇത്തരത്തിലുള്ള കഥകളൊക്കെ നിങ്ങൾ പുറത്തു വന്ന് പറയുമ്പോഴത്തേനും അനുമോളെ അത് കൂടുതൽ മോശമായിട്ട് അഫക്റ്റ് ചെയ്യാനേ സാധിച്ചുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ നമുക്ക് ബാക്കിയേക്കാം. ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അതിനകത്ത് പോയത്. ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റയായാലും ഇത് ആരാ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇടത്തില്ല, ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. വെറുതെ കട്ട് ചെയ്ത് വീഡിയോ എടുത്തുള്ളൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ബിഗ് ബോസ് സീസൺ 6 വളരെ ആക്റ്റീവായിട്ട് കൊണ്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അതാണ് കൃത്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് സീസൺ. അതിനകത്ത് എനിക്ക് ജിൻഡോയെയും അഭിഷേകിനെയും സീക്രട്ട് ഏജന്റിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കാരും പൈസ ഒന്നും തന്നിട്ടില്ല. ഞാൻ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ അന്നിട്ട വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്കൊരു പൈസ ഒന്നും തന്നിട്ടില്ല. എനിക്കവരെ ഇഷ്ടമായിട്ട് ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടു. സോ അതങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബാംഗം അവിടെ നിന്ന് കളിക്കുന്ന കളി പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഹെയ്റ്റേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ വേറൊരാൾ ഇഷ്ടപ്പെടുന്നു, അയാൾക്കെതിരെ അനുമോൾ തിരിയുമ്പോഴത്തേനും ഹെയ്റ്റ് ഉണ്ടാവും. അതേപോലെ അനീഷിനെ പോസിറ്റീവ് ആക്കാനായിട്ട് എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്. എനിക്ക് അനീഷിനെയാണ് അതിനകത്ത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അനീഷിനെയും ഷാനവാസിനെയാണ് എനിക്കിഷ്ടം. സോ പക്ഷേ ഞാൻ അവർക്ക് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ അവരെ മാത്രം അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത സാധനമൊന്നും ഇട്ടിട്ടില്ല. കാരണം ഞാനിപ്പോൾ യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ ഇരുന്ന് എഴുതുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ ഈ ജിൻഡോയ്ക്ക് അഭിഷേകം വിട്ട പോലെ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് വിട്ട പോലെ ഞാൻ ചിലപ്പോൾ ഇട്ടേനെ. അപ്പം അങ്ങനെ നിർബന്ധമൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് PR തന്നെയാണ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അഡ്മിൻസ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യോ? നിങ്ങൾ വെറുതെ ചെയ്യോ? ഇല്ല. ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ്സ് എല്ലാം ചെയ്ത്. ശരി, ആർമിക്കാരാണ്. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ് ഈ ആർമി എന്ന് പറഞ്ഞാൽ? എന്താണ് അവരെ ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ആർമിക്കാർ. അവരെ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വിരോധാഭാസമായിട്ടുള്ള സാധനമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്യുക. അത് എത്രത്തോളം സൈബർ ഇടത്തിൽ ഗുണം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം അനുമോൾ ഇവിടെ നിൽക്കുന്ന, അനീഷ് ഇവിടെ നിൽക്കുന്ന, അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അനുമോളുടെ കുടുംബം അനീഷ് എന്തോ അനുമോൾക്കെതിരെ ചെയ്തു, കുഴപ്പമില്ല, അമ്മയുടെ അനീഷ് അല്ലയോ, ഗെയിമർ അല്ലയോ പോട്ടെ എന്ന് പറയുമോ? ഇല്ല, നിങ്ങൾ അനുമോളുടെ പക്ഷേ നിൽക്കത്തുള്ളൂ. അത് തന്നെയാണ് അപ്പുറത്തും സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. അനുമോൾക്ക് PR ഉണ്ടോ? അനുമോൾക്ക് PR ഇല്ലയോ? അപ്പൊ എന്താണ് നിങ്ങൾ പറയാൻ വരുന്നത്? അനുമോൾക്ക് ഇപ്പൊ PR ഉണ്ട്. അപ്പൊ ഈ PR ചിന്തിക്കുന്നത് എന്താണ്? ഇന്ന ആള് ജയിക്കണം എന്നാണ് PR ചിന്തിക്കുന്നത്, അല്ലയോ? അതായത് അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ PR ദമ്പടി കിട്ടത്തില്ല. അപ്പം നിങ്ങൾ അവിടെ നിൽക്കുന്ന കൂടുതൽ നാൾ നിങ്ങളെ അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് PR പരിപാടി. അത് നിങ്ങളുടെ അറിവോടോ അറിവില്ലാതെയോ PR ചെയ്യുന്നതായിരിക്കാം. ഇത് അനുമോളുടെ PR മാത്രമല്ല, നിങ്ങൾ പറയുന്ന പോലെ അനീഷിന്റെ PR ചെയ്തിട്ടുണ്ടാവാം. അതിനെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അനുമോൾ ഇപ്പം അതിനകത്ത് വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്, എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളവിടെ നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണത്. അതുകൂടെ മനസ്സിലാക്കുക. അതായത് വോട്ട് മറിക്കണം, അനുവിന്റെ ഗ്രൂപ്പിൽ ചർച്ച നടത്തി വോട്ട് മറിക്കുന്നത് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അനുവിന്റെ ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. ആർക്ക് വേണം, നിങ്ങൾക്ക് നിങ്ങളും കാണും, അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് കാണും. എനിക്കറിയാം, പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സിൽ അതിനകത്തുണ്ട്. ഇവരെന്ത് ചെയ്യും, വന്ന് ചാറ്റ് നടത്തും. ഇന്ന ആൾക്ക് ഇന്ന വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തിയിട്ട് ഇതിന്റെ വോട്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ചാറ്റ് നടക്കുന്നുണ്ടോ? ഈ പറഞ്ഞ് ഇന്ന ചാറ്റ് മറിക്കാന്നുള്ള ഗ്രൂപ്പ് ഞാനില്ല കേട്ടോ. അനുവിന്റെ കുറെ പ്രൊമോഷൻ മാത്രം വാരി വലിച്ചിടുന്ന ഒരു ഗ്രൂപ്പിൽ മാത്രമേ ഞാനുള്ളൂ. എന്തായാലും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം PR കൊടുത്തിട്ടുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്ന വെറും മണ്ടന്മാര്. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സാബുമാൻ ഒരു വോട്ട് മാത്രം കൊടുത്തു, പുള്ളി മറ്റേ പാവയായിട്ട് നിന്ന സമയത്ത്. അല്ല, ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് വോട്ട് കൊടുക്കത്തക്ക പെർഫോമൻസ് ഉള്ളതായിട്ട് ആരും തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുത്തു എന്നിരിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയാക്കാം. ഇനി ഒരാളെ ഡിഗ്രേഡ് ചെയ്യരുതെന്നും അതായത് ഒരു അഡ്മിനും പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. നമ്മള് മാക്സിമം എല്ലാവരും നന്നായിട്ട് പറഞ്ഞു കൊണ്ടുവരാനാണ് നോക്കുന്നതെന്ന്. നമ്മൾ ഇതിനകത്ത് മത്സരിക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവർ എല്ലാവരും നന്നായി വരണം കേട്ടോ. എല്ലാവരും നന്മയുടെ പാതിൽ എല്ലാവരും കയറുക എന്നെ ചവിട്ടി അങ്ങനൊന്നും ചിന്തിക്കത്തില്ല. എല്ലാവരും മറ്റൊരാളെ ചവിട്ടി തത്തിട്ട് കയറി പോകാനേ ചിന്തിക്കത്തുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. ഇതിപ്പോൾ വന്നിരുന്ന അനുമോൾ അകത്ത് കാണിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അനുമോളുടെ ഒരു നന്മമരം വരുമായിരുന്നു. അത് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കെല്ലാം വലിയ കഥയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതിനകത്ത് കാരണം നമ്മുടെ ഗ്രൂപ്പ് എല്ലാം എന്തോന്നാണ് ഇൻസ്റ്റയിലിട്ടേക്കുന്നത്. എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിഗ്രേഡ് ചെയ്യാണ്. നമുക്ക് ലൈഫ് വെച്ചാണ് അവർ കളിക്കുന്നത്.
ലൈഫ് വെച്ചിട്ടാ കളിക്കുന്നത്. ഈ അനുമോള് അതിനകത്ത് വെച്ചിട്ട് കളിച്ച ലൈഫ് വെച്ചിട്ടുള്ള കളി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആര്യൻ്റെയും ജിസേലിൻ്റെയും ലൈഫ് വെച്ചിട്ട് കളിച്ച്, അതുപോലെ ഞാൻ പറയുന്നില്ല, അതുപോലെ ലൈഫ് വെച്ചിട്ടുള്ള കളികൾ അനുമോൾ അതിനകത്ത് കളിക്കുന്നുണ്ട്. അനുമോൾ കളിക്കുന്നതെല്ലാം പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ജിസേലിനെയും ആര്യനെയും പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് അനുമോൾ കാണിക്കുന്നത്. അവർ ലവ് ട്രാക്കോ അല്ലെങ്കിൽ മറ്റേ അട്രാക്ഷൻ ട്രാക്കോ അല്ലെങ്കിൽ സഹോദരി സഹോദരനൊക്കെ എന്തെങ്കിലും കളിക്കിട്ട് അനുമോക്ക് എന്ത് പുറകെ നടന്ന് ചൊറിയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ ലൈഫ് വെച്ച് കളിക്കുന്നുണ്ട്. അവനും പുറത്തിറങ്ങി കഴിഞ്ഞ ഒരു ലൈഫുണ്ട്, ആ ജിസേലിനും പുറത്തിറങ്ങിയ ഒരു ലൈഫുണ്ട്. ഞാൻ ഒരിക്കലും അവരെ ന്യായീകരിക്കില്ല കേട്ടോ. എനിക്ക് ആര്യനും ഇഷ്ടമല്ല, എനിക്ക് ജിസേലിനും ഇഷ്ടമല്ല. എന്തോ മാങ്ങാത്തലാണ് ഇവർ എന്നെ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ലൈഫ് വെച്ചുള്ള കളിയുടെ കാര്യം നമ്മൾ പറയില്ല. നമ്മൾ അതിലും വലിയ ലൈഫ് വെച്ചുള്ള കളി അതിനകത്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ. ലൈഫ് വെച്ച കളിക്കും നമുക്ക് ഒട്ടും സൈബർ ക്രൈം ഒരുപാട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൊടുത്തിട്ടുണ്ടെന്ന്. ഇത് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേനും ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാൻ. ബിഗ് ബോസിലേക്ക് പോയതിൽ ഒരു 85% ആളുകളും നെഗറ്റീവായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ. ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ പോസിറ്റീവായിട്ട് അവരുടെ ഇമേജ് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ ഇവർ വന്നിങ്ങനെ കുറ്റം പറയുന്നത് കൊണ്ട് അനുമോൾക്ക് അത് നെഗറ്റീവേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, നല്ലൊരു പ്ലെയർ ആണ്. പക്ഷേ പുള്ളിക്കാരി അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അനീഷ് ഫാൻസിനെ അല്ലെങ്കിൽ മറ്റൊരു ആളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ട്രിഗർ ചെയ്യുന്നൊരു പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ ആ ട്രിഗറിങ് ഏറ്റു കഴിഞ്ഞാൽ അനുമോൾക്ക് പണി പാടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുള്ളിക്കാരി പോത്തുന്നില്ല, നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുന്നു.